സാമാന്യം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ പോളിംഗ് നടന്ന ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ എന്നത് ചേർത്ത് വെക്കണം. അങ്ങനെ വഴിക്കടവിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ അമരമ്പലത്ത് അവസാനിക്കുന്ന മൊത്തം അങ്ങനെ 263 ബൂത്തുകളായി വഴിക്കടവിൽ തുടങ്ങി അമരമ്പലത്ത് അവസാനിക്കുന്ന വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. മണിക്കൂറിനകം 8 മണിയോടുകൂടി 1402 വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ ഇടും. 10 മിനിറ്റിനുള്ളിൽ അതിൽ വ്യക്തമായ ഒരു ചിത്രം വരും. അതിനുശേഷമാണ് ആദ്യ ബൂത്തുകളിലേക്ക് കടക്കുക. വഴിക്കടവിലെ ആദ്യ ബൂത്തുകൾ ആദ്യത്തെ 3-4 റൗണ്ടിനുള്ളിൽ ഒരു പക്ഷേ ഈ അവകാശവാദങ്ങൾ എന്താണ് സംഭവിക്കുക എന്നറിയാം. 3000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം UDF ആവശ്യപ്പെടുമ്പോൾ 5000 തൊട്ട് 7000 വരെ PV അൻവർ 1500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇത് UDFന് തന്നെ കിട്ടും. ആ ആദ്യത്തെ റൗണ്ടുകൾ എന്ന് LDFും പറയുന്നുണ്ട്. ഭൂരിപക്ഷ കണക്കുകൾ മാറ്ററാകും. ഏത് തരത്തിലേക്കാണ് ഈ ചിത്രം പോകുന്നതെന്നുള്ളത്, മുന്നണികളുടെ അവകാശവാദങ്ങൾ നിലനിൽക്കുമോ ഇല്ലയോ എന്നറിയാൻ ഇനി ഒരൊറ്റ മണിക്കൂർ കൂടി 8:30യോടുകൂടി മനസ്സിലാകും. ഏതൊക്കെ അവകാശവാദങ്ങൾ പൊളിഞ്ഞടുങ്ങും, ആരെല്ലാം നിലമ്പൂര് കീഴടക്കാനുള്ള വലിയ യാത്രയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത്. ആദ്യത്തെ 4 റൗണ്ടുകൾ മൊത്തം വഴിക്കടവ് ഏറ്റവും വലിയ പഞ്ചായത്താണ് വഴിക്കടവ്. 46 ബൂത്തുകളുള്ള ഒരു പഞ്ചായത്താണ്. നേരത്തെ അപർണ പറഞ്ഞതുപോലെ UDF ഒരു വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന ഒരു പഞ്ചായത്താണ്. 2ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ 2ാം റൗണ്ടും 3ാം റൗണ്ടും 4ാം റൗണ്ടും എടക്കര എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 27 ബൂത്തുകളുള്ള, അത് ഏതാണ്ട് 7 റൗണ്ട് വരെ എടക്കര എണ്ണും എന്നുള്ളതാണ്. എടക്കര 27 27 ബൂത്തുകളുള്ള ഒന്ന്. അതിനുശേഷം പോത്തുകല്ല് 7ാം റൗണ്ടിൽ പോത്തുകല്ലിലേക്ക് കടക്കും. പോത്തുകല്ലിൽ 9ാം റൗണ്ട് വരെ പോത്തുകല്ലാണ്. പോത്തുകല്ല് 28 ബൂത്തുകളുള്ള ഒരു പഞ്ചായത്താണ് പോത്തുകല്ല് വരെ. UDFന് കൃത്യമായി പ്രതീക്ഷിക്കാവുന്ന പഞ്ചായത്തുകളൊക്കെ തന്നെ, ആ റൗണ്ടുകളൊക്കെ തന്നെ. പോത്തുകല്ല് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ മണ്ഡലം കൂടിയാണ്, പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് പോത്തുകല്ല് തൊട്ട് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. ചുങ്കത്തറ എത്തുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്ന സ്ഥലം അത് തന്നെ. നിലമ്പൂർ നഗരസഭയിലെത്തുമ്പോൾ LDFന് സ്വാധീനമുള്ള നിലമ്പൂർ നഗരസഭ ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാരം പ്രകടമാകുമെന്ന് ഇപ്പോൾ UDF ഉറക്കെ പറയുന്ന നിലമ്പൂർ നഗരസഭ. അത് കഴിയുമ്പോൾ വീണ്ടും ഇതാ കരുളായി, അമരമ്പലം ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിലേക്ക്. അങ്ങനെ ഓരോ റൗണ്ടുകളും നിർണായകമാണ്, ഓരോ ബൂത്തുകളും നിർണായകമാണ്, ഓരോ പഞ്ചായത്തിലെ ഫലസൂചനകളും നിർണായകമാണ്. പൊതുവെ പഞ്ചായത്തുകളിലും നഗരസഭകളിലുമൊക്കെ LDFനാണ് മുൻതൂക്കമെങ്കിൽ പോലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന പശ്ചാത്തലം നമുക്ക് ഫീൽഡിൽ നിൽക്കുമ്പോൾ, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുമ്പോൾ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ LDFന് പൂർണ്ണമായും ലോക്സഭ ഇപ്പോൾ സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. സ്ട്രോങ് റൂമുകൾ തുറക്കുകയാണ്. വോട്ടെടുപ്പിന് ശേഷം വിശ്രമത്തിലായിരുന്ന തെരഞ്ഞെടുപ്പ് മെഷീനുകൾ, വോട്ടിംഗ് മെഷീനുകൾ ഇപ്പോൾ പുറത്തേക്ക് എടുത്ത് മറ്റ് പ്രോസസ്സുകളിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. 7:30 മണി ആകാൻ ഇനിയും 3 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഉറ്റുനോക്കുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 8 മണിക്ക്, കൃത്യം 8 മണിക്ക് തന്നെ വോട്ടുകൾ എണ്ണി തുടങ്ങും. ആദ്യ സൂചനകൾ ട്രിക്ക് ലഭിക്കും. പോസ്റ്റൽ സർവീസ് വോട്ടുകൾ എണ്ണും. 14 ടേബിളുകളായി പിന്നീട് EVM വോട്ടുകൾ എണ്ണും. ആദ്യത്തെ 7 റൗണ്ടുകൾ UDF മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മേഖലകളാണ്. ആ ഭൂരിപക്ഷം, ആ UDFന്റെ മുന്നേറ്റം എത്രത്തോളം ഉണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ അവിടെ അറിയാൻ സാധിക്കും. അതിനുശേഷം ഇടത് സ്വാധീന മേഖലകളിലേക്ക് കാര്യങ്ങൾ എത്തും. നേരത്തെ പറഞ്ഞതുപോലെ 1,74,667 ആളുകൾ ബൂത്തിലെത്തി വളരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. നമുക്കറിയാം നിലമ്പൂരിൽ അന്ന് നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ. ആ മഴയെ അവഗണിച്ചും വോട്ടർമാരുടെ വലിയൊരു പ്രവാഹം അതിൻ്റെ സൂചനയാണ് എന്ന് ഇനി വ്യക്തമാകാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവിടേക്ക് എത്തിയ പശ്ചാത്തലം കൂടി നമുക്കറിയാം. ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചലനങ്ങൾ സംസ്ഥാനത്തെ പ്രധാന മുന്നണികളുടെ രാഷ്ട്രീയ ഭാവിയുടെ ചൂണ്ടുപലയാകുമെന്ന വിലയിരുത്തലുമുണ്ട്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നിലമ്പൂർ ഫലം, അതായത് അതിൻ്റെയൊക്കെ ഒരു സെമി ഫൈനലായി കൂടി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യം പോകുന്നത് വഴിക്കടവിലേക്ക്. PV അൻവറിന്റെ വിജയത്തിനിടയിൽ പോലും UDFന് ഭൂരിപക്ഷം നൽകിയ പഞ്ചായത്ത്, UDF ഭരിക്കുന്ന പഞ്ചായത്താണ് വഴിക്കടവ്. അവിടുത്തെ വഴിക്കടവിലെ തണ്ണിക്കടവ് ബൂത്തിലെ വോട്ടാണ് ആദ്യം എണ്ണുക. ഈ ഉയർന്ന വോട്ടിംഗ് ശതമാനമുണ്ട്, 75-ന് അപ്പുറത്തേക്ക് വന്ന ഉയർന്ന വോട്ടിംഗ് ശതമാനം. അത് ഒരേ സമയം അതൊരു പ്രതീക്ഷയും നൽകുന്നു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഇത്
ആശങ്കയിലേക്കുമാക്കുന്നു. എന്താണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം ആർക്കാണ് ഗുണകരമാകുന്നത് എന്നുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ? ഈ അടിയൊഴുക്കുകൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ 10,000 വോട്ടെങ്കിലും കിട്ടി ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം UDF-നകത്തുണ്ട്. സ്വരാജിന് കിട്ടിയ ജനകീയ പിന്തുണ LDF ഉറ്റുനോക്കുന്നുണ്ട്. ഈ 10,000 വോട്ടെങ്കിലും പിടിക്കുകയാണെങ്കിൽ PV അൻവർ എന്നൊരു ചാപ്റ്റർ ഇനി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകൂ. അതുണ്ടാകുമോ എന്നുകൂടി നോക്കണം. അതേസമയം 8,500 ആ ഒരു ഫിഗറാണ് കഴിഞ്ഞ തവണ NDAക്ക് ഉണ്ടായിരുന്നത്. അതൊരു 10,000 കടക്കുമോ NDA? ഇല്ലെങ്കിൽ അത് എന്ത് പറയും? ഏതായാലും 8:30യോടുകൂടി ആദ്യ ട്രെൻഡ്, വഴിക്കടവിൽ നിന്നുള്ള ആദ്യ ട്രെൻഡ് കിട്ടും. വോട്ടെണ്ണൽ തുടങ്ങുന്നത് അവിടെ നിന്ന് ആയതുകൊണ്ട് മാത്രമല്ല, 2016 അൻവറിന് 2000 വോട്ടിലേറെ ലീഡ് ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ 2021 ആയപ്പോൾ ആ ലീഡ് 35 ചുരുങ്ങി. അതായത് അൻവർ ഇത്തവണ സ്വതന്ത്രനായി മത്സരിക്കുകയൂടെ ചെയ്യുമ്പോൾ ഈ വോട്ടിംഗ് നില അതൊരു പുതിയ പരീക്ഷണം കൂടിയാകും. അൻവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടാകും ഇവിടെ നിന്നൊക്കെ വോട്ട്. പക്ഷേ അൻവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ആദ്യത്തെ പാറ്റേൺ കണ്ട് ഒന്നും ക്രോസ് വോട്ടിംഗ് എന്നുള്ള ഒരു ആരോപണം കൂടി ലാസ്റ്റ് മണിക്കൂറുകളിൽ കിടന്ന് ആളിക്കത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വഴിക്കടവ് കഴിഞ്ഞ് നമ്മൾ മൂത്തേടം അടക്കമുള്ള കൃത്യമാണ് അല്ലെ രഞ്ജിത്തെ? ഒരു നഗരസഭ വരെ ഇത് കൃത്യമാണ്.